അടുത്ത നമ്മുടെ ഇപ്പം ഉള്ളതിലുള്ള ലാസ്റ്റത്തെ മരമുന്തിരിയാണ്. അതിനെയും പഴുത്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതുണ്ടാവില്ല, എന്താ പറയുക, തണ്ട് മരത്തിൽ ഒട്ടിപ്പിടിച്ചുണ്ടാവുന്ന ഒരു കായയാണ്. മുന്തിരിയുടെ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, പൂണ്ട് ഇത് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ കുടിച്ചിടുമ്പോൾ ഇത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു മരമുന്തിരിനെയും കൂടി പിടിച്ചിട്ടുണ്ട്. അവിടെ അച്ഛൻ പണി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് കുഴിച്ചിട്ട് നമ്മൾ വളമൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ഇതിനെ കഴിക്കോളൂ നമ്മൾ കുഴിച്ചിടും. മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട്. അച്ഛാ അധികം ഡീപ്പിലേക്ക് പോകണ്ട കേട്ടോ, വേരുണ്ടാവും. കൊതി പറ്റുമെന്നോ? കഴിച്ചോളൂ കുഴപ്പമില്ല. അതെ, ഒരു 2 തുപ്പും തുപ്പിക്കോളൂ. ഇതിൽ തുപ്പണ്ട, കുരു മാത്രമേ തുപ്പുള്ളൂ. കഴിച്ചോളൂ. വേണ്ട കഴിച്ചോളൂ. കഴിച്ചോളൂ. ഓക്കെ, അയാൾ ചാമ്പക്കേൻ്റെ ചോട്ടിൽ പോയി ഇരിക്കുന്നുണ്ട്. ഡ്രാഗൺ. ഓക്കെ, തിരിച്ചിടുക. എടാ അങ്ങോട്ട് മാറി നിക്കടാ, നിന്നെ കൊണ്ട് സ്വൈര്യക്കേടായല്ലോ. നമ്മൾ മാങ്ങയൊക്കെ പിടിച്ചു തുടങ്ങി. ഒന്ന് ഇല്ല, ഇവിടെ ഒന്ന് പൂ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 6-7 മാങ്ങയും പിടിച്ചിട്ടുണ്ട് വലുത്. ഓക്കെ, ചിരങ്ങേൻ്റെ ശരിക്കുള്ള ഇലയൊക്കെ വന്നു തുടങ്ങി. അപ്പം ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്ക് പന്തൽ കെട്ടി കൊടുക്കാനുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്നിട്ടില്ല, വേഗം നടക്കും. പിന്നെന്താ കാണിച്ചു തരാ, നമ്മുടെ മാവ്, നമ്മൾ നീളത്തിൽ പോകുന്നൊരു മാവ് ഉണ്ടായിരുന്നു, ഒട്ടുമാവാണേ. അതിന് തണ്ടൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് വളഞ്ഞു പോകാണ്ടിരിക്കാൻ. അതെന്തായിരുന്നു ഞാൻ മറന്നുപോയി, എന്തോ ആയിരുന്നു. അവക്കാഡോൻ്റെ പുതിയ എന്താ പറയുക തെഴു വന്നതൊക്കെ കാണുന്നുണ്ട. അവക്കാഡോൻ ഈ വർഷം കായ്പ്പിക്കണം. കായ്ക്കുമോ? ഇവനെന്താ പറ്റി? എന്താ വെണ്ടക്കേൻ്റെ മേലെ കൂടെയൊക്കെ ചാടിപ്പോകുന്നത്. ഇവിടെയുള്ള ഭൂരിഭാഗം ചെടീൻ്റെ അന്തകനാണ് അവൻ. ഷാള് പാവാ. പേരൊക്കെ ഇനി കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചീത്ത കേൾക്കും ഗൈസ്. ഇതുവരെ ചുവന്നതല്ലേ? ചുവന്ന പേരൊക്കെയാണ് കേട്ടോ. ഉള്ളിൽ സ്ട്രോബെറിയാ. മേലേക്കൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. കുഴപ്പമില്ല കാണുന്നുണ്ട്. പൊട്ടിക്കണ്ട. കണ്ടു. പിന്നെ അവിടെ എന്താ ഇത്? മറ്റേ എന്താ ഒരു വലിയ പേരൊക്കെയാ. നമ്മൾ പണ്ട് വലിയ പേരൊക്കെയാണ് കേട്ടോ. ഇത് നല്ല വലിപ്പം വരും, ഇത്രയാവും. ഞങ്ങൾ പണ്ട് പറിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തോ വേറെന്തോ ഒരു പേരുണ്ടായിരുന്നല്ലോ ഇതിന്. പണ്ടൊരു ഏട്ടൻ കമാൻഡ് ഇട്ടുണ്ടായിരുന്നല്ലോ, ഇത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് മറന്നുപോയി. അതാ ഇപ്പൊ ഈ വെണ്ടക്കേന്റെ മേലെ കൂടെ ചാടിപ്പോയത്. അതിന്റെ മൂട്ടിലേക്ക് ഇടാനാ? ഓക്കെ, അതെ കറക്റ്റ്. നമ്മളന്ന് ഒരു 1.5 ആഴ്ച മുമ്പ് കുഴിച്ചിട്ട വാഴ കേട്ടോ. ഇലയൊക്കെ വന്നു, കുട്ടപ്പനായി. അതേ സമയം കുഴിച്ചിട്ട ആളാണ് ഇതാ ഇവന് കുറച്ചൊരു പ്രയാസമുണ്ട്, എന്തോ സങ്കടം തോന്നുന്നു. റെഡി ആയിക്കോളും. പിന്നെ 2 ദിവസം മുമ്പ് കുഴിച്ചിട്ട 2 വാഴയാണ് ഈ കാണുന്നത്. ടിഷ്യൂ കൾച്ചർ വാഴയാണ്. ഓക്കെ, അവിടെ ചവലയൊക്കെ കൊണ്ടിടുന്നുണ്ട്.
ചവലയൊക്കെ ഇട്ടു. ഇനി ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് നമ്മളിത് കവർ ചെയ്ത് വയ്ക്കും. നമ്മൾ നേരത്തെ ഈ ചക്ക പറിക്കുമ്പം കുറച്ച് അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വേസ്റ്റ് ആക്കാണ്ട് നമ്മൾ അതിൻ്റെ ഈ നമ്മുടെ ചക്കയുടെ ചോട്ടിൽ തന്നെ കൊണ്ടിടുന്നുണ്ട്. ചക്കയല്ല, പ്ലാവ്. ഞാൻ മാവ് എന്നല്ല പറഞ്ഞു, ഞാൻ ചക്ക എന്നാ പറഞ്ഞു. നമ്മോട് അടിച്ച് വരുന്നുണ്ട്. ആ ഇലയും കൂടെ നമ്മളിതിൻ്റെ അടിയിൽ കൊണ്ടിടും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിന് നമ്മളിങ്ങനെ അടിയിൽ വളം കൊണ്ടിടുന്നത് കൊണ്ട് ഗ്രൗണ്ട് മൊത്തം ക്ലിയറാ. കണ്ട, മഴ വരുന്നുണ്ടോ? മഴ പെയ്യും പെയ്യേക്കാലം. ഓക്കെ ഗൈസ്, നല്ല കാറ്റ്. എല്ലുപൊടിയാണ് ഗൈസ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അതാ, കുറച്ച് എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. ഇനി ചാണകപ്പൊടി ഇടും. അത് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിട്ട് മൂടും. ശരിക്കും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലൊക്കെ പുല്ലൊക്കെ പറിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടിടണം എന്നാണ്. പ്രത്യേകിച്ച് പ്ലാവിൻ്റെ, അതായത് പ്ലാവിൻ്റെ അടിയിൽ ഈ പുല്ല് കിടന്നിട്ട് അതിനുള്ള എൻസൈംസും കാര്യങ്ങളൊക്കെ അതന്നെ പ്രൊഡ്യൂസ് ചെയ്ത്. പിന്നെ ഒരിക്കലും ഈ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഈ വലിയ വലിയ ചെടികൾക്ക് യൂസ് ചെയ്യരുതെന്നാണ് പറയാം. ലമ്മ ഇതൊക്കെ ഇവർ പറഞ്ഞു തന്നതാണ്, ഇന്ന് നമ്മുടെ കയ്യിൽ നിന്നുള്ളതല്ല. അവിടെ പോയി ചാണകപ്പൊടി എടുക്കാൻ പോയതാ. ഞാനിവിടെ ഉണ്ട്. ചാണകപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഉണങ്ങിയ ചാണകപ്പൊടി ഇതായിട്ടു. ഇനി ഇവനെ നമ്മള് കൂട്ടും മണ്ണ് കൂട്ടിയാൽ മാത്രം മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തടം എടുത്ത് വെക്കരുത്. മണ്ണ് എപ്പോഴും കൂട്ടിയിട്ട് ഈ തലാവിന്റെ താഴെ ഉണ്ടല്ലോ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കരുത്. അപ്പൊ അതിന് മണ്ണ് കൂട്ടി വെക്കണം. മണ്ണ് കൂട്ടി വെക്കണം. ജസ്റ്റ് ഒരു ആദ്യം തന്നോളൂ. ജസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരിക്കലേ പാടില്ല. പാടില്ല. പ്ലാവിന് അധികം നനയ്ക്കരുത് കേട്ടോ ഗൈസ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കപ്പയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റും കൂടി ഇതാടി പോകുന്നുണ്ട്. ഇവിടെ എന്താ ഉണ്ടല്ലോ അമ്മ, അതെന്താ? കൂവല്ലേ? കാട്ടുകൂവ. കൈക്കോട്ട് ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, അവിടെ എവിടെയുണ്ട് ചവലുണ്ടെന്ന് പറഞ്ഞു. ഇട്ടോ? അത് ഇട്ടോ. മണ്ണ് കൂനയാക്കി വെക്കണം എന്നല്ലേ? കൂനയാക്കി വെക്കണം. അതായത് മേലേന്ന് വെള്ളം വന്നാലും അത് സൈഡിലേക്ക് ഇറങ്ങി പോകുന്ന ലെവലിൽ നിങ്ങൾ മണ്ണ് കൂട്ടിയിടണം. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത്. റെസ്റ്റ് എടുക്കണോ തമ്പുരാൻ? തൊട്ടുകൊട്ടി കടിക്കുമോ? അധികം തൊടുന്നൊന്നും ആർക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അതിൻ്റെ പരിപാടിയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വേറെ വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ചക്ക നമ്മളിവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ മുറിക്കുന്നത് വേറൊരു ദിവസത്തെ വീഡിയോയിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടും. ഓക്കെ, കണ്ടല്ലോ, ഇതുപോലെ കൂന കൂട്ടി വെക്കണം കേട്ടോ. മണ്ണ് അടിയിൽ